കൂട്ടുചേർന്ന് ലാളിത്യവും നുറുങ്ങുകളും നിറച്ച ഒരു കഥാപ്രയോഗം സമൂഹത്തിന് സമ്മാനിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സിമാക്കിന്റെ പത്നിയും ലോകമാകെ അറിയപ്പെടാൻ പോകുന്ന എഴുത്തുകാരിയുമായ സാജിറ. സാജിറ സിമാക്കിന്റെ സ്നേഹം ചുമക്കുന്ന പൂക്കൾ എന്ന പ്രകാശന കർമ്മ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അദ്ദേഹം നമ്മുടെ ഓരോ പരിപാടികളിലും ഈ ബാർ അസോസിയേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പരിപാടികൾക്കും അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ. നമുക്കറിയാം, നമുക്ക് അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടുന്ന ആവശ്യമില്ല. ശരിക്കും ഓരോരുത്തർക്കും അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാം. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ബാർ അസോസിയേഷന്റെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും സ്വയമേവ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് കെ അജിത് കുമാർ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇവിടെ പുസ്തക പ്രകാശനം ചെയ്തതും സ്വീകരിക്കുന്നത് ആർച്ച് ബിഷപ്പ് തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ജോസ് പാമ്പ്ളാനി അച്ഛനാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ജോൺ സെബാസ്റ്റ്യൻ കെ ആണ്. നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ അഭിഭാഷകൻ. ഒരു ദിവസം അദ്ദേഹം ഞാനും പ്രിൻസിപ്പൽ സബ് കോടതിയിലെ പുറത്ത് കേസ് വിളിക്കുന്ന കാലത്ത് ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ഒരുപാട് വായിക്കുന്ന ആളാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹമാണ് ഈ പുസ്തക പരിചയം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ ഉബൈദുള്ള സാർ അവിടെയുണ്ട്. ഉബൈദുള്ള സാറിനെ പറ്റി നമുക്കറിയാം, ഇവിടെയുള്ള ജൂനിയർ അഭിഭാഷകരോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്ന ആളാണ്. ഇവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്, ഗംഭീരമായിട്ടൊരു ക്ലാസ് നടത്തുന്നുണ്ട്. ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഉബൈദുള്ള സാറാണ്. അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെ സജീവൻ സാർ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ടി പി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം, നമ്മുടെ സെക്രട്ടറിയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷിൽ കവിത എഴുതുകയും നമ്മുടെ ആ ഒരു തലത്തിലേക്ക് നമ്മളെ കൂടി അത് ആസ്വദിക്കാൻ വേണ്ടി ആ ഒരു തലത്തിലേക്ക് നമ്മളെ കൂടി ഉയർത്തുന്ന ഒരു ആളാണ് അദ്ദേഹം, ടി പി ഗോപാലകൃഷ്ണൻ. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കൂടി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ദീപ്തി സബ് ഇൻസ്പെക്ടർ അവരിവിടെ എത്തിയിട്ടില്ല. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കലാമണ്ഡലം മഹേന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, സാജിറയെ സംബന്ധിച്ച് ഇത്തരമൊരു പുസ്തകം രചിക്കാനും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിമാക്കിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കോടതിയിൽ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ പോലും, ഏത് പരിപാടിയായി കഴിഞ്ഞാലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിമാക്ക് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ഈ ബാർ അസോസിയേഷന്റെ മുറികളിലും ഇവിടെയൊക്കെയായി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സിമാക്ക്. ആ സിമാക്കിനോടുള്ള സ്നേഹമാണ് ഇന്നിവിടെ നിറഞ്ഞു കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സിമാക്കിന്റെ ഭാര്യ സാജിറ സിമാക്ക് ഇത്തരമൊരു പുസ്തകം രചിച്ച് അതിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സാജിറ സിമാക്കിനെയും ഹൃദയത്തിൽ ചേർത്ത് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിമാക്കിന്റെയും സാജിറയുടെയും ബന്ധുമിത്രാദികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരിവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ സ്നേഹം ചുമക്കുന്ന പൂക്കൾ ആയിട്ടുള്ള മെഹക്ക്, ലഹക്ക്, സെഹക്ക് എപ്പോഴും സിമാക്ക് ഒന്നിച്ച് നമുക്ക് എല്ലാവരെയും നമുക്ക് ചിരപരിചിതരാണ്. കാരണം എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ മക്കൾ ഇവിടെ വരാറുണ്ട്. നമ്മുടെ മടിയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് സിമാക്ക് മൈക്കിട്ടിയാൽ പാടുന്ന ആളാണ്. സിമാക്കിന്റെ പാട്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അവരെ മൂന്നുപേരെയും പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 13 അധ്യായങ്ങളിലെ ഈ പുസ്തകം സിമാക്കിന്റെ ഭാര്യ
അവിടെ കുറിച്ച് വെച്ച ചില കാര്യങ്ങൾ ഒരു പുസ്തക രൂപത്തിലാക്കി എന്നാണ് പറയുന്നത്. അതിൻ്റെ ആമുഖം തന്നെ വായിക്കുമ്പോൾ കണ്ണ് നിറയും. എത്രയൊക്കെ ആരോടൊക്കെയാണ് ഇവരുടെ കടപ്പാടും സ്നേഹവും, എങ്ങനെയാണ് സാജിറ സിമാക്ക് എന്ന ഒരു എഴുത്തുകാരി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആമുഖം. അതിനേറെ അവതാരിക നടത്തിയിട്ടുള്ള പിതാവ് പാമ്പളാനി അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് ഈ ലോകത്ത് ആരെയൊക്കെ ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 വ്യക്തിയിൽ എടുക്കാൻ ഒരു വ്യക്തി മഹാനായ അല്ലെങ്കിൽ ഗുരുവായ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണെന്ന് എനിക്കറിയാം. കാരണം എല്ലാ പ്രസംഗത്തിലും പിതാവ് പാമ്പളാനി അദ്ദേഹം ഗുരുദേവന്റെ ഒരു വചനമെങ്കിലും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ പുസ്തകത്തിൽ അത് പ്രവചിച്ചിട്ടുണ്ട്. അതിന്റെ അവതാരികയിൽ കാണുന്ന ഗുരുദേവനോടുള്ള അദ്ദേഹത്തിന്, അതായത് നാനാത്വം ഏകത്വം നമ്മുടെ മതേതരത്വം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ അനുഗ്രഹീതനായ നമുക്ക് കിട്ടിയ ഒരു വരദാനമാണ് പിതാവ് പാമ്പളാനി. ഏതായാലും അദ്ദേഹത്തിന്റെ അവതാരികയോടുകൂടി ഈ ലേഖനം 13ഓളം കണ്ണികളെ 13ഓളം ചെറുകഥകളിൽ തുടക്കം ഞാൻ കാണുന്നത് ഇവരുടെ ഇളയപ്പയുടെ മരണമാണ്. അല്ലേ, കണ്ണു നിറയാതെ വായിക്കാൻ പറ്റില്ല. എന്നോട് ജോൺ സെബാസ്റ്റ്യൻ വക്കീൽ ഒരു ദിവസം പറഞ്ഞിരുന്നു. ഞാൻ ജില്ലാ സെക്രട്ടറി സാറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം കഥയുടെ ചെറിയൊരു രൂപം പറഞ്ഞു. മനുഷ്യന്റെ ഉള്ളവരൊക്കെ കണ്ണു നിറയാതെ പുസ്തകം വായിച്ചു തീരുന്നു. എന്താണ് യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ? പിന്നെ നല്ലൊരു ഉപ്പ, നല്ലൊരു ഉമ്മ, നല്ലൊരു വാപ്പ, ഇവരൊക്കെ നമ്മൾ ആ കഥയിലൂടെ കാണും. കൂടുതലും ഞാൻ പറയുന്നില്ല, കാരണം പരിചയപ്പെടുത്തുന്ന സാധനം. എന്നാലും ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. അവസാനം മെഹക്ക് കടന്നു വരികയാണ്. മെഹക്ക് എങ്ങനെയാണോ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ സംബന്ധിച്ചാണ് അവസാനത്തെ അദ്ദേഹം കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷകരമാണ്. ഇങ്ങനെയും ആളുകൾക്ക് കഥ എഴുതാൻ പറ്റുന്ന ആദ്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു ചെറിയൊരു മുഴുവൻ കഥകൾ അവർ പറയുന്നത് എങ്ങനെയാണ് കഥ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തിയത് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ മറ്റൊരാളിനെ കൊണ്ട്. ഏതായാലും സിമാക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആവണം ഒരു അച്ഛൻ അല്ലെ ഒരു ഉപ്പ, ഇങ്ങനെ ആവണം ഒരു ഭർത്താവ്. ഈ കഥ വായിച്ചാൽ നമുക്കൊക്കെ തോന്നും ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് ഒരു ഉപ്പ. ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ കഴിവിനെ പ്രചോദിപ്പിച്ച് ഇത്തരത്തിലൊരു പുസ്തകമാക്കി മാറ്റി പൊതുജനങ്ങൾക്കിടയിൽ നിർത്തിക്കൊണ്ട് സാജന പറഞ്ഞു, ഞാൻ ആദ്യത്തെ സാറ് സ്റ്റേജിലേക്ക് കയറുന്നതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ജനങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സിമാക്കിനെ അഭിനന്ദിക്കുകയാണ്. പലരും പഠിക്കുന്ന കാര്യം നീ ഇപ്പൊ പോണ്ട, അല്ല നീ അത് ചെയ്യണ്ട, എന്തെങ്കിലും ഒരു കോർഡിനേറ്റർ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തിൽ. ഇത്രയും ചെയ്ത് സിമാക്കിനെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരിടും. എല്ലാവർക്കും വായിക്കുക. ഇത് ഫ്രീ കിട്ടില്ല എന്ന് ഉറപ്പായി. ഇങ്ങനെ ഉണ്ടായിരുന്ന ആദ്യം സ്വാതന്ത്ര്യം സിനിമാർക്ക് ഫ്രീ കിട്ടുന്നതാണ് വിചാരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. സാജറ സിമാക്കിന്റെ സ്നേഹം ചുമക്കുന്ന പൂക്കൾ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീ കെ ടി നിസാർ അഹമ്മദ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിനായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് GRT റവറന്റ് ഡോക്ടർ മാർ ജോസഫ് പാമ്പ്ലാനി അവരെ മാനുസ്ക്രിപ്റ്റിന്റെ സാധാരണഗതിയിൽ ഇങ്ങനെ പുസ്തകം കൊണ്ടുവന്നാൽ അത് അവിടുത്തെ ഏതെങ്കിലും വൈദികരും എൻ്റെ സെക്രട്ടറി അത് വായിച്ചൊരു അവതാരിക എഴുതി അതെന്നെ കാണിക്കേണ്ടി വരും. പക്ഷേ ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ പുസ്തകം മുഴുവനായി ഞാൻ വായിക്കുകയും അത് വായിച്ചു തുടങ്ങുന്ന ഒരാളെ കൊണ്ട് അത് മുഴുവനും വായിപ്പിക്കുക എന്ന് പറയുന്നത് അത് എഴുത്തുകാരന്റെ അല്ലെ എഴുത്തുകാരിയുടെ ശ്രേഷ്ഠതയാണ്. സോ പ്രിയപ്പെട്ട സാജിറ സിമാക്ക്, എനിക്ക് ഭർത്താവായ സിമാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ഇതുപോലെ സ്നേഹമുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഏത് ഭാര്യയും അതിരുള്ളൂ. നിങ്ങളിരിക്കുന്ന വക്കീലന്മാര് ഈ ഗമയൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് സ്നേഹിച്ചവർക്ക് ഇതുപോലെ സുന്ദരമായ കഥകൾ എഴുതാൻ അവർക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ജില്ലാ ജഡ്ജി സാർ സൂചിപ്പിച്ചതുപോലെ ഈ ഇപ്രകാരം ഉള്ള ഒരു ഈ കഥയുടെ ഉള്ളടക്കം അത് ഈ കഥ എല്ലാവർക്കും സ്വീകാര്യമാകാൻ പോകുന്നതിനെ കാരണമാണ് ഒരു കുടുംബ ബന്ധങ്ങളുടെ ആർദ്രമായ ഇണയെടുപ്പം.
അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി വർണ്ണിക്കുന്നു എന്നുള്ളത്. ഒരു മാതൃത്വത്തിന്റെ മഹത്വത്തെ അത് ശ്രേഷ്ഠമായ വരകളിലൂടെ നമ്മുടെ മുമ്പിൽ വർണ്ണാഭമായി അവതരിപ്പിക്കുന്നു എന്നത് നമ്മുടെ നാടിന്റെ നന്മകളെയെല്ലാം ഗൃഹാതിരത്വത്തോടെ ഓർമ്മിച്ചെടുക്കുന്നു എന്നുള്ളത്. ഇപ്രകാരം ഈ പുസ്തകം തികച്ചും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. ഇത് വായിക്കുന്നവർക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയാണോ കഥ എഴുതേണ്ടത് എന്ന് സംശയം തോന്നാത്തക്ക വിധത്തില് കഥ എഴുതാൻ വേണ്ടി ആലോചിച്ച് പ്രമേയങ്ങൾ ഉണ്ടാക്കുന്ന കഥ ജീവിതഗന്ധിയാണ്. ജീവിതത്തിന്റെ നേർസാക്ഷ്യം എഴുതിയാലേ കഥയാവുകയുള്ളൂ എന്ന് ചിന്തകന്മാർ പറയുന്നത് സത്യമാണ്. ഇത് കഥാകാരി കടന്നുപോയ ജീവിതാനുഭവങ്ങളും അവർ കണ്ടുമുട്ടിയ വ്യക്തികളുടെ ജീവിത ദർശനങ്ങളും ഓർത്തിണക്കിയപ്പോൾ ജീവിതത്തിന്റെ ഗന്ധമുള്ള, മനുഷ്യത്വത്തിന്റെ മണമുള്ള, ഈ നാടിന്റെ സുഗന്ധമുള്ള സുന്ദരമായ ഒരു കഥാസമാഹാരമായത് മാറി എന്നുള്ളതാണ് സന്തോഷകരമായ സത്യം. ഞാൻ മക്കളെ കണ്ടിട്ടില്ല എങ്കിലും ഈ കഥകളിലൂടെ നിങ്ങൾ മക്കൾ 3 പേരും എനിക്ക് വളരെ പരിചിതരാണ്. നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അവയൊക്കെയും ജീവിതത്തെ കുറിച്ചുള്ള ഭാവാത്മക സമീപനത്തിലൂടെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു കുടുംബമാണ് ഇവരുടേത് എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാവർക്കും തിരക്കുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഇത് മുഴുവൻ വായിച്ചുകൊണ്ട് ഓരോ കഥയെ കുറിച്ചും വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പരിണാമബുദ്ധി നഷ്ടപ്പെടും എന്നുള്ളതിനാൽ നിങ്ങൾ തന്നെ വായിച്ച് ഇത് അതിന്റെ സൗന്ദര്യം ഗ്രഹിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങൾ നേരുന്നു. ഭാവങ്ങളും വായിച്ചപ്പോഴ് മടക്കി വെക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ്. ഞാൻ സാധാരണ ബുക്ക് വായിക്കുന്നത് 3-4 പുസ്തകങ്ങൾ ഒന്നിച്ചാണ് വായിക്കുക. ഞാൻ ഏറ്റവും അവസാനം വായിച്ചത് YB ഡൈ എന്നുള്ള വെങ്കിരമണിയുടെ നോബൽ പ്രൈസ് വിന്നറായ വെങ്കിരമണിയുടെ പുസ്തകമാണ്. അത് വായിച്ചു തീരുന്നതിന് മുമ്പ് വേറെ നല്ല പുസ്തകം കിട്ടി, അതും വായിച്ചു തുടങ്ങി. ഇങ്ങനെ 4-5 പുസ്തകങ്ങൾ ഒന്നിച്ച് ഭക്ഷണ മേശയിൽ വെച്ച് എടുത്തു വെച്ച് വായിക്കാറാണ് എൻ്റെ പതിവ്. പക്ഷേ ഈ 193 പേജും ഏതാണ്ട് 2-3 മണിക്കൂർ കൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ അധ്യായം മൂത്താപ്പയുടെ മരണത്തെ കുറിച്ചാണ്. ഞാൻ അത്ഭുതപ്പെട്ടു വരും. മനുഷ്യനിങ്ങനെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളുടെ ഊഷ്മളത, സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകളിൽ വീണണിഞ്ഞുകൊണ്ടാണ് എനിക്കത് വായിക്കാൻ കഴിയുന്നത്. അവസാനത്തെ അധ്യായവും മഹത്തിനെ പ്രസവിക്കാൻ വേണ്ടി ഒരു അമ്മ അനുഭവിച്ച മാതൃനിർവിശേഷമായ വേദനകളും ദുഃഖങ്ങളും, അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ കുറിച്ചും എൻ്റെ പെങ്ങന്മാരെ കുറിച്ചൊക്കെ ഓർന്നു പോയി. അവരനുഭവിച്ച വേദനകളും ദുഃഖങ്ങളൊക്കെ ഈടനണിഞ്ഞ കണ്ണുകളോടുകൂടി മാത്രമേ എനിക്ക് വായിക്കാൻ കഴിയൂ. വാക്കുകളെ സംബന്ധിച്ചിടത്തോളം വാക്കുകള് മാസ്മരിക ശക്തികളുമാണ്. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിജി വായിച്ച റസ്കിന്റെ അടുത്ത ക്ലാസ് അഭ്യോദയം എന്ന പുസ്തകം. ആകപ്പാടെ സമഗ്രതല സ്പർശിയായ ബുക്കായിരുന്നു അദ്ദേഹത്തിന് അത് വായിക്കാൻ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ജീവിതമാകെ മാറ്റിമറിച്ചു. അദ്ദേഹം അർദ്ധനഗ്നനായി ഫക്കീറായി ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിവേദിയിലേക്ക് അറവുമാടുകളെ പോലെ നയിക്കാൻ കഴിയും. പുസ്തകത്തിന്റെ സ്വാധീനം അത്രമാത്രം. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബുക്കുകളെ കുറിച്ച് ഷേക്സ്പിയറുടെ 4 നാടകങ്ങൾ ലോകത്തിൽ ഒരു ദിവസമെങ്കിലും ആ നാടിന് ഏതെങ്കിലും ഒരു നാടകത്തിന് ഒരു പാഠത്തിന് പറയാനൊരു ദിവസം ഉണ്ടാവും തന്നെയാണ് ഓർന്നത്. മാക്ബത്ത്, ഒത്തനയും ജൂലിയസ് സീസറും ഷൈലോ, മെർച്ചന്റ് ഓഫ് വെനീസും. മാക്ബത്തിലെ വാക്കുകളുടെ all perfumes of Arabia cannot be written by little hand. Othello is to be or not to be. Julius Caesarന്റെ HP Brutus. ഈ വാക്കുകളൊന്നും ഈ ലോകത്ത് ഒരു ദിവസമെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കാതെ അത്രമാത്രം സ്വാധീനമാണ് വാക്കുകൾ. ജീവിതത്തിലെ സമഗ്ര സ്പർശിയായ അനുഭവങ്ങൾ, സൂക്ഷ്മ നിരീക്ഷണം. അതായത് നിങ്ങളെ ഒരു കവിയോ കഥാകാരനോ സാഹിത്യകാരനോ
ആ ചിന്തയാണ് നമ്മളെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകും. നമുക്കറിയാം, അടുക്കളയിൽ നരങ്ങത്തേക്കിട്ട് വേണ്ടിപ്പെട്ടതിരിപ്പാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകം സമഗ്രമായ മാറ്റം സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടാക്കി. സൂക്ഷ്മ നിരീക്ഷണമുള്ള സമഗ്ര സംവേദനക്ഷമതയുള്ള ആർക്കും ഒരാൾക്ക് മാത്രമേ കവിയോ കഥാകാരനോ സാഹിത്യകാരനായ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമാരനാശാന്റെ വീടപൂർ, ചങ്ങമ്പുഴയുടെ രമണൻ. നമ്മളൊക്കെ കാടും മലയും ഒക്കെ കാണാറുണ്ട്. പക്ഷേ സമഞ്ജസമായ മലയാള ഭാഷയുടെ മനോഹാരിത ചങ്ങമ്പുഴയുടെ രമണൻ കാണാം. മലരുടെ കാടുകൾ പിന്നിരിങ്ങി മരകളുടെ ചോലയിൽ മുങ്ങി മുങ്ങി. എന്തൊരു സമഞ്ജസമായ ലയമാണ് വാക്കുകളുണ്ട്. വീണപൂവ്, നമ്മളൊക്കെ ഒരു പൂവാണ്, നമുക്ക് ആർക്കും തോന്നാറുണ്ട്. സംവേദനക്ഷമയുള്ള സൂക്ഷ്മ നിരീക്ഷണമുള്ള അനുഭവങ്ങളുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ആ അനുഭവത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് സാജിറാസിമാണ്. മാന്ത്രിക വേദികളുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ എൻ്റെ മകളും എൻ്റെ ഭാര്യയൊക്കെ പ്രസവിക്കാറ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും എഴുതാൻ കഴിയാതെ നമ്മുടെ വീട്ടിലൊന്നും മരണം നടക്കാറില്ല. പക്ഷേ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ അത് നോക്കിക്കാണാൻ ആ മരണമുണ്ടാകുന്ന വേദനയും ദുഃഖവും ഇല്ലായ്മയും ഒക്കെ അത്ര മനോഹരം, നല്ല ഭാഷ. സാധാരണ നിങ്ങൾക്കൊരു ക്രാഫ്റ്റ് ഉണ്ട്, എഴുത്തിനുള്ളൊരു ക്രാഫ്റ്റ് ഉണ്ട്. ഈ പത്മനാഭന്റെ ഒക്കെ കഥകൾ വായിച്ചത് എനിക്ക് മനസ്സിലാവും. 2 പേജോ 3 പേജോ ഉണ്ടാവും. അർത്ഥഗർഭമാണ്, ഓരോ വാക്കുകളും ഗർഭം ധരിച്ചതാണ്. 100-150 വാക്കുകൾ പ്രസംഗിക്കും. കടല്, പത്മനാഭന്റെ കടല് ഗൗരി, അങ്ങനെ സ്വന്തം ജീവിതം 2 പേജുണ്ട്. എത്ര മനോഹരമാണ്. എഴുത്തിനുള്ള വശ്യത ഏതാണ്? ക്രാഫ്റ്റുണ്ട്. നിങ്ങളിത് തുടരണം, ഇത് അവസാനിപ്പിക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആ സാഹിത്യ രചനയുടെ വഴി വെട്ടി തെളിച്ചിരിക്കുകയാണ്. അതിലൂടെ മുന്നോട്ട് പോയി ഒരുപാട് സാഹിത്യ കൃതികൾ ഇനിയും സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എഴുത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഈ ലോകത്തിൽ അത് വിളിച്ചോതിയൊരു മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ബേക്കൺ. ഈ സാഹിത്യത്തിൽ ബേക്കോണിയൻ സ്റ്റൈൽ എന്ന് പറയുന്നൊരു സ്റ്റൈൽ തന്നെ രൂപപ്പെടുകയുണ്ടായി. അദ്ദേഹം എഴുത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റീഡിംഗ് മേക്കസ് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ, റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ. അപ്പോൾ സാജിറ ഇവിടെ ഒരു എക്സാക്ട് ലേഡിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം അതാണ് എഴുത്തിൻ്റെ പ്രാധാന്യം ഫ്രാൻസിസ് ബേക്കന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സാജിറക്ക് എല്ലാ നന്മകളും തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യമായി സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന ഒരാളുടെ എല്ലാ ഇടർച്ചയും ഈ കൈകളിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയാനാണ് എൻ്റെ വ്യക്തികളുണ്ട്. നമുക്ക് എല്ലാവരും പേരെടുത്തെടുത്ത് നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് പ്രത്യേകം പറഞ്ഞ് ആരും പേര് പറയരുത്, തെറ്റി പോകുന്നില്ല. ആരും ഇത്ര ഭംഗിയായി ഓരോരുത്തരുടെ പേരിലേക്ക് സാധനം ചെയ്ത കുടുംബ സുഹൃത്തു കൂടിയായ പിന്നെ എത്രയോ തിരക്കുകളുടെ പുസ്തക പ്രകാശനം ചെയ്യാൻ പറഞ്ഞ പിന്നെ ജഡ്ജ് സർ, അങ്ങനെ ഒട്ടനവധി തിരക്കുകൾക്കിടയിലും എൻ്റെ പ്രിന്റ് ഞാൻ ആദ്യം പുസ്തകമല്ല പ്രിന്റായിട്ട് എഴുതിയത് അവതാരിക എഴുതരാൻ വേണ്ടിയിട്ട് സമീപിച്ച മാർഗസ് പങ്കാളി അച്ഛൻ ബഹുമാന പിതാവ് എത്ര തിരക്കിൻ്റെ അടുത്ത് പോലെ അത് എഴുതി തന്ന് അവതാരിക കണ്ടിട്ട് ശരിക്കും എൻ്റെ കണ്ണ് അറിഞ്ഞു പോയി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നല്ല ഇതൊന്നും എഴുതി തുടങ്ങിയത്. എൻ്റെ ആത്മാർത്ഥ 2 സുഹൃത്തുക്കളായ അങ്ങനെ ഇപ്പം എടുത്തെടുത്ത് പറയുന്ന എൻ്റെ റുചിയും സസ്യം തന്നെയാണ് എന്നെ ആദ്യമായി ഇതിലേക്ക് കൊണ്ടുവന്നത്. പറയാൻ എത്ര വലിയ വിശിഷ്ട വ്യക്തികളാണ്, ന്യായാധിപന്മാരാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. എന്നാൽ എന്നെ ആദ്യമായിട്ട് എഴുത്തിന്റെ വഴിയിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെങ്കിൽ എത്ര പ്രായത്തിലും തിരിച്ചറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നെ അതെനിക്ക് നന്ദി പറയാനാണ് ഇങ്ങോട്ട് പോകാനാവില്ല. പിന്നെ പുസ്തക പരിചയം നടത്തിയ സാറിന്
എല്ലാ കോടതി വിഭാഗങ്ങളും എനിക്ക് നല്ല പേടിയുണ്ട്. അടുത്ത പ്രശ്നം ഞാൻ പറയും. സ്റ്റേജ് ഇത്ര നന്നായി കിട്ടാൻ വിഷയമുണ്ട്. പിന്നെ എൻ്റെ മക്കള്, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, സിമാക്കാരെ എല്ലാവരും ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. ഗോപാലകൃഷ്ണന്റെ സാറ് പറഞ്ഞില്ലേ, അതുകൊണ്ട് രാത്രിയിൽ ഞാനിങ്ങനെ ഫോൺ പിടിച്ച് എഴുതുമ്പോൾ ഏറ്റവും വഴക്ക് പറഞ്ഞിട്ടുള്ളത് സിമാക്കാരാണ്. ഫോണിൽ കുട്ടികൾക്ക് 11 മണിയായി ഫോണ് കഴിഞ്ഞ് വെക്കാനായിട്ടുള്ള ചോദിച്ച് നടക്കും പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കഥ ഒന്ന് എനിക്ക് വായിച്ചപ്പോ സിനിമാക്കാർക്ക് മനസ്സിലായത് എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഞാൻ പോലും വിചാരിക്കാത്ത തരത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാം എനിക്ക് സംഘടിപ്പിച്ചതാണ് സിനിമാക്കാർ. അടിയും വഴക്കും സ്നേഹം ഉണ്ടാവുന്നുണ്ടെങ്കിലും നന്ദി ആദ്യമായിട്ടാണ് ഈ പിന്നെ പലരും ഉമ്മ ഇഷ്ടം പോലെ വായിക്കും. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുന്നത്. പിന്നെ എൻ്റെ ഉമ്മ, ഞാനിപ്പോ ഒരു മാസമായിട്ട് പെട്ടെന്ന് ഈ സ്നേഹത്തിൽ വെക്കുന്ന പൂക്കൾ എന്നുള്ള പേരിൽ ഈ കഥ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോ വീട്ടിലെ സ്വാഭാവികമായിട്ടും 3 മക്കളും എൻ്റെ ഉപ്പയുള്ള ഒരു വീട്ടിൽ എത്രയൊക്കെ പണിയുണ്ടാവും. എന്നാൽ എൻ്റെ ഉമ്മ ഒന്നും ചെയ്യാൻ വിടാണ്ട് നീ എഴുതിക്കോ അത് തിരുത്തിക്കോ അതെന്നിട്ട് അയച്ചു കൊടുക്ക്. ഇങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഇതിലേക്ക് വന്നതാണ്. പിന്നെ എൻ്റെ ഉപ്പ ഇത് ഇവളെ മോക്ക് കുക്കാക്കാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പരക്കം പറഞ്ഞ് എന്തിലോ ചെയ്ത് കുട്ടി. പിന്നെ ഈ പുസ്തക കാര്യങ്ങൾക്കായിട്ട് എവിടെയോ കൊണ്ട് എന്നാ പറയണ്ടേ, ഒന്നും ആരെയാ കാണണ്ടേ ഒന്നും അറിയാണ്ട് ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുന്നതായിരുന്നു. പിന്നെ അപ്പൊ അവിചാരിതമായ ഒരു ദിവസം എന്റെ കാർന്നോർ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സപ്പോർട്ടായി ഒപ്പിക്കാം. പിന്നെ ഞാൻ എഴുതി തുടങ്ങിയ കാലം മുതൽ എൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ വിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഇത്താത്താസ് വാട്സപ്പ് ഗ്രൂപ്പാണ്. വന്നിട്ടുണ്ട് എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ. പിന്നെ എൻ്റെ ആങ്കറിങ് ഗീത, പിന്നെ എൻ്റെ പൊന്നു മക്കള് മെഹക്ക് സെറ്റ് അതിന്റെ എക്സാം ആണ്. സ്കൂളിൽ ഭയങ്കര തിരക്കാണ്, എന്നാലും ഒറ്റയ്ക്ക് പഠിക്കും, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. എഴുതിയാൽ മതി എന്നാണ്. പിന്നെ ഈ സ്നേഹത്തിൽ വെക്കുന്ന പൂക്കൾ ആ പേരിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അത് എവിടുന്ന ആ പേര് കിട്ടി, ആരെ പറഞ്ഞാന്ന്, ഈ പുസ്തകം ഇതാക്കാൻ കൊടുത്ത് അവർ പറഞ്ഞാന്ന്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കവിത പോലെ ഒരു കുറിച്ചിട്ടിരുന്നു. അതിന് ഞാൻ അന്നിട്ട പേരാണ് സ്നേഹം ചുമക്കുന്ന പൂക്കൾ. ഇനി ഈ പുസ്തകം നിങ്ങൾ എന്തായാലും എല്ലാവരും വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വാങ്ങിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ ആ പുസ്തകം കിട്ടിയാൽ ആദ്യം ആമുഖം വായിച്ചു തന്നെ തുടങ്ങണം. എന്നാലും എന്നെ പറ്റിയിട്ടും എന്റെ കഥയെ പറ്റിയിട്ടും നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. പിന്നെ പുസ്തകം ഈ രൂപത്തിലാക്കാൻ എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞാൽ ഉത്തമ മാഷിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ വേദിയിലേക്ക്. പിന്നെ എന്റെ കഥാപാത്രങ്ങളെ തന്നെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാവരും ഉണ്ട്. എല്ലാവരും പേരെടുത്ത് പറഞ്ഞാലും പേരില്ല. അതുകൊണ്ട് ഷിയാബ് എറണാകുളത്തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ പുസ്തക പ്രകാശനത്തിന് ഖത്തറിനെ വന്ന ഷെഫി എല്ലാവരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കണം, പുറത്തേക്ക് കൊണ്ടുവരണം, ഒരു നല്ല വാക്ക് പറയണമെന്ന് ഒരു ഇല്ലാണ്ട് ഞാൻ പാതിരാത്രിക്ക് എഴുതുമ്പോൾ എല്ലാവർക്കും കൂട്ടായിരിക്കുന്ന എന്തെങ്കിലും കാണിച്ചിട്ടാണ് പിന്നെ ഇവിടെ എല്ലാവരും ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ കോടതി വിഭാഗങ്ങളും ന്യായാധിപന്മാരും എല്ലാവരും ഇങ്ങനെയും പറയാൻ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെല്ലാം ഇഷ്ടം ഞാൻ ഇന്ന് ആദ്യമായിട്ട് അറിയുന്നത്. കാരണം ഇവിടുത്തെ നല്ല ജനാവലിയുണ്ട്. എല്ലാവരും എന്നെ പിന്നെ എനിക്കത് സംശയം എൻ്റെ ബുക്കാണ് വൃത്തികരിക്കുന്നത് സംശയമില്ല. പിന്നെ അത് ഉപദേശ വക്കീൽ മാറ്റി പറഞ്ഞുകൊണ്ട് സമാധാനം. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹം ചുമക്കുന്ന പൂക്കൾ പ്രകാശന പരിപാടി ഇവിടെ സമാപിക്കുന്നു.